ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോസ ലുക്കാസ് ചുങ്കത് ജ്വല്ലറി. ഒല്ലൂക്കര സ്വദേശി സജിയെ കൊലപ്പെടുത്തി സെപ്റ്റിക് ടാങ്കിൽ തള്ളിയ കേസിലെ പ്രതി ദിലീപിനെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. പ്രതി അറസ്റ്റിലായത് മറ്റൊരു കേസിലെ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച സൂചനയെ തുടർന്ന്. ചേർപ്പ് ഊരകത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ ഊരകം ശാഖയിൽ കവർച്ചാ ശ്രമം. അന്യസംസ്ഥാന തൊഴിലാളികളാണ് മോഷണശ്രമത്തിന് പിന്നിലെന്ന് പോലീസ്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ SNDP അടക്കമുള്ള സാമുദായിക സംഘടനകളുടെ പിന്തുണയുണ്ടെന്ന് BJP ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ്. BJPയെ ആക്രമിച്ചുകൊണ്ടുള്ള പ്രചരണ വേലകളാണ് ഇരുമുന്നണികളും സ്വീകരിക്കുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ. ജില്ലയിലെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ പ്രത്യേക ചടങ്ങുകളോടെ പൂജവെപ്പ് നടന്നു. തിരുവുള്ളക്കാവ് ക്ഷേത്രത്തിൽ പൂജവെപ്പിന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെത്തി. തീരദേശത്ത് വെള്ളിയാഴ്ച മോഷണക്കേസിലെ പ്രതികളായ 2 പേരെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. ചളിങ്ങാട് സ്വദേശി അഫ്സലും പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയുമാണ് പിടിയിലായത്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഒല്ലൂക്കര സ്വദേശി സജിയെ കൊലപ്പെടുത്തി തൃശൂർ കിഴക്കേക്കോട്ടയിലെ സെപ്റ്റിക് ടാങ്കിൽ തള്ളിയ കേസിലെ പ്രതിയായ ദിലീപിനെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. വെട്ടുകത്തികൊണ്ട് തലയ്ക്ക് വെട്ടിയാണ് കൊലപ്പെടുത്തിയതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. 2010 ഒല്ലൂക്കര കൊച്ചുവീട്ടിൽ സജിയെ മണ്ണുത്തി പട്ടാളക്കുന്ന് പൂഴിവീട്ടിൽ ദിലീപ് വെട്ടിക്കൊലപ്പെടുത്തി സെപ്റ്റി ടാങ്കിൽ തള്ളിയത്. സജിയെ കാണാതായതിന് മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയെങ്കിലും തെളിവുകൾ ലഭിക്കാതിരുന്നതിനാൽ അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നു. സജിയുടെ ബന്ധുക്കൾ സർക്കാരിൽ പരാതി നൽകിയതിനെ തുടർന്ന് സംസ്ഥാന പോലീസ് മേധാവി കേസിന്റെ തുടരന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുകയായിരുന്നു. 2012 ക്രൈംബ്രാഞ്ച് കേസന്വേഷണം തുടങ്ങിയത്. സജിയുടെ അടുത്ത സുഹൃത്തായ ദിലീപ് കിഴക്കേക്കോട്ടയിൽ 2-വീലർ വർക്ക്ഷോപ്പ് നടത്തുകയായിരുന്നു. സജിയിൽ നിന്ന് പലിശയ്ക്ക് പണം വാങ്ങിയിരുന്ന ദിലീപ് സജിയുമായി തർക്കവും വാക്കേറ്റവും നടന്നിരുന്നു. 2010 ഓഗസ്റ്റ് 29 വർക്ക്ഷോപ്പിലെത്തിയ സജിയും ദിലീപുമായി വാക്കുതർക്കം ഉണ്ടായി. ഇതിനിടെ വർക്ക്ഷോപ്പിൽ സൂക്ഷിച്ചിരുന്ന വെട്ടുകത്തിയെടുത്ത് സജിയുടെ തലയിൽ ദിലീപ് വെട്ടി. പിന്നിലേക്ക് മറിഞ്ഞു വീണ സജിയുടെ കാലുകൾ കൂട്ടിക്കെട്ടി തലയിലൂടെ പ്ലാസ്റ്റിക് ചാക്കിട്ട് മറ്റൊരു പ്ലാസ്റ്റിക് ചാക്ക് ചുറ്റിക്കെട്ടിയ ശേഷം 5 മീറ്റർ അകലെയുള്ള സെപ്റ്റി ടാങ്കിനടുത്തേക്ക് വലിച്ചു കൊണ്ടുപോയി. പിന്നീട് ദിലീപ് സെപ്റ്റി ടാങ്കിലേക്ക് കാൽഭാഗം ഇറക്കിയിട്ട് സജിയെ ടാങ്കിലേക്ക് ചവിട്ടി താഴ്ത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. തുടർന്ന് ടാങ്ക് സ്ലാബിട്ട് മൂടി. അന്വേഷണം വഴിതെറ്റിക്കുന്നതിനുവേണ്ടി സജിയുടെ ബൈക്കും ഹെൽമറ്റും നഗരത്തിലെ ബാറിലെ പാർക്കിംഗ് ഏരിയയിൽ വെക്കുകയായിരുന്നു. അന്വേഷണം നടത്തിയ ലോക്കൽ പോലീസ് ദിലീപിനെ ചോദ്യം ചെയ്തിരുന്നു. പോലീസ് തന്നെ പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ദിലീപ് പരാതികൾ നൽകി. പിന്നീട് ലോക്കൽ പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചു. സൗദി അറേബ്യയിലെ മദീനയിൽ ജോലി ചെയ്യുകയായിരുന്ന ദിലീപിനെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നാണ് തൃശൂർ ക്രൈംബ്രാഞ്ച് ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ VK രാജുവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. SI-മാരായ M. ശശിധരൻ, KP ഗോപിനാഥൻ, VP ശിവൻ, PP ഷാജൻ, ASI OV വിനോദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ PK ഹരി, KV ജിജേഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ TV ബിജു, PM ഷാജി എന്നിവരും പ്രതിയെ പിടികൂടിയ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. പ്രതിയെ വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കി. TCU ന്യൂസ്, തൃശൂർ. പോലീസിനെ പ്രതിക്കൂട്ടിലാക്കി രക്ഷപ്പെട്ട സജി വധക്കേസിലെ പ്രതി ദിലീപ് ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത് 5 വർഷങ്ങൾക്ക് ശേഷം. മറ്റൊരു കേസിലെ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച സൂചനയിൽ നിന്നാണ് ദിലീപിനെ ക്രൈംബ്രാഞ്ച് വലയിലാക്കിയത്. 2010 ഓഗസ്റ്റ് 29 ഒല്ലൂക്കര കൊച്ചുവീട്ടിൽ സജി ശ്രീകൃഷ്ണനഗറിലെ വീട്ടിൽ നിന്നും കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങി തിരികെ വരാമെന്ന് പറഞ്ഞാണ് യാത്രയായത്. പിന്നീടാരും സജിയെ കണ്ടില്ല. പലിശയ്ക്ക് പണം നൽകിയിരുന്ന ദിലീപ് 60 ലക്ഷം രൂപയോളം ഇതിലേക്കായി നിക്ഷേപിച്ചിരുന്നു. പ്രതിയായ ദിലീപ് കിഴക്കേക്കോട്ടയിൽ 2-വീലർ വർക്ക്ഷോപ്പ് നടത്തിവരികയായിരുന്നു. ഇവിടേക്ക് ബൈക്ക് നന്നാക്കാൻ എത്തിയിരുന്ന സജിയുമായി ദിലീപ് സൗഹൃദത്തിലായി. തുടർന്ന് സജിയിൽ നിന്നും പലപ്പോഴായി ദിലീപ് പലിശയ്ക്ക് പണം വാങ്ങി. പലിശ പണം തിരികെ നൽകാത്തതും സജിയുടെ കാർ തിരികെ നൽകാത്തതും ചോദ്യം ചെയ്തതിന്റെ പ്രതികാരത്തിലാണ് ദിലീപ് സജിയെ കൊലപ്പെടുത്തി സെപ്റ്റി ടാങ്കിൽ തള്ളിയത്. സജിയെ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ മണ്ണുത്തി പോലീസിൽ പരാതി നൽകി. അന്വേഷണത്തിൽ ദിലീപിനെ സംശയിച്ചതിനെ തുടർന്ന് പലതവണ ചോദ്യം ചെയ്തപ്പോൾ
തന്നെ പോലീസ് അകാരണമായി പീഡിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് ദിലീപ് വാർത്താസമ്മേളനം നടത്തുകയും പോലീസിനെതിരെ വ്യാപകമായി പരാതി നൽകുകയും ചെയ്തു. തുടർന്ന് തെളിവുകളുടെ അഭാവത്തിൽ പോലീസ് അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നു. വൻതുക പലിശയ്ക്ക് കൊടുത്തിരുന്ന സജി അതുപേക്ഷിച്ച് നാട്ടിൽ നിന്നും മാറി നിൽക്കേണ്ട യാതൊരു സാഹചര്യവും ഇല്ലാതിരുന്നതിനാൽ ബന്ധുക്കൾ സർക്കാരിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് 2012 മുതൽ ക്രൈംബ്രാഞ്ചിന് അന്വേഷണ ചുമതല വന്നത്. ലോക്കൽ പോലീസ് അന്വേഷണം നിർത്തിയതോടെ ദിലീപ് ഗൾഫിലേക്ക് കടന്നു. ക്രൈംബ്രാഞ്ചിന്റെ തുടരന്വേഷണത്തിലാണ് ദിലീപ് ലോക്കൽ പോലീസിന് നൽകിയ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തിയത്. തുടർന്ന് ദിലീപിലേക്ക് കൂടുതൽ അന്വേഷണം കേന്ദ്രീകരിച്ചപ്പോഴാണ് മറ്റൊരു കേസിലെ പ്രതിയെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ സജിയും ദിലീപും വർക്ക്ഷോപ്പിൽ നിരന്തരം വാക്കുതർക്കം നടന്നിരുന്നതായി ക്രൈംബ്രാഞ്ചിന് മനസ്സിലായത്. പിന്നീട് ക്രൈംബ്രാഞ്ച് സൂപ്രണ്ട് PK മധുവിന്റെ നിർദ്ദേശപ്രകാരമാണ് വർക്ക്ഷോപ്പിന് പിന്നിലെ പരിസരവും സെപ്റ്റിക് ടാങ്കും പരിശോധിച്ചത്. തിരച്ചിലിൽ സജിയുടേതെന്ന് കരുതുന്ന ഷർട്ടും കൊന്തയും തലയോട്ടിയും അസ്ഥികളും ലഭിച്ചു. ഷർട്ടും കൊന്തയും സജിയുടെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞതോടെ ദിലീപ് കൊല ചെയ്തിട്ടുണ്ടാകാമെന്ന് ക്രൈംബ്രാഞ്ചിന് ബോധ്യമായി. പലതവണ കേസിന്റെ ആവശ്യത്തിനായി ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് ദിലീപിനെ അറിയിച്ചിട്ടും ഇയാൾ നാട്ടിലെത്തിയിരുന്നില്ല. തുടർന്ന് ദിലീപിന്റെ ഭാര്യയുടെയും ഭാര്യാപിതാവിന്റെയും സഹായത്തോടെയാണ് ഇയാൾ നാട്ടിലെത്തിയത്. ഉടനെ കസ്റ്റഡിയിലെടുത്ത ദിലീപ് ആദ്യം ക്രൈംബ്രാഞ്ച് സംഘത്തോട് കുറ്റം സമ്മതിച്ചില്ല. ഏറെ നേരത്തെ ചോദ്യം ചെയ്യലിനു ശേഷമാണ് പ്രതി കൊലപാതകം നടത്തിയത് സമ്മതിച്ചതെന്നും ക്രൈംബ്രാഞ്ച് ഡിറ്റക്ടീവ് ഇൻസ്പെക്ടർ VK രാജു പറഞ്ഞു. 6 മണിക്ക് ഈ സജിയെ വെട്ടുകത്തി കൊണ്ട് തലയിൽ വെട്ടി കൊലപ്പെടുത്തിയാണ്. വെട്ടുകത്തി കൊണ്ട് തലയിൽ വെട്ടി ചോര വാർന്ന സമയത്ത് തന്നെ ചാക്ക് തലയിലൂടെ കടത്തി. അതിനുശേഷം മറ്റൊരു ചാക്ക് കീറി ഈ ഭാഗത്ത് കെട്ടി 5 മീറ്റർ ദൂരത്തിലുള്ള സെപ്റ്റിക് ടാങ്കിൽ വലിച്ചു കൊണ്ടുപോയി ആദ്യം കാലിന്റെ ഭാഗം താഴ്ത്തുകയും പിന്നീട് തലഭാഗം ചവിട്ടി താഴ്ത്തിയിട്ട് സെപ്റ്റിക് ടാങ്ക് മൂടുകയാണ് ഉണ്ടായത്. പ്രതി ദിലീപിനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പലിശയ്ക്ക് വാങ്ങിയ 40,000-ഓളം രൂപയും കാറും തിരികെ നൽകാൻ പറഞ്ഞതിന്റെ പ്രതികാരമായി സജിയെ ദിലീപ് കൊലപ്പെടുത്തിയപ്പോൾ അനാഥമായത് 3 പെൺമക്കളുള്ള ഒരു കുടുംബമായിരുന്നു. തങ്ങളെ നൊമ്പരപ്പെടുത്തുന്ന സംഭവങ്ങളായിരുന്നു അന്വേഷണത്തിന്റെ നാൾവഴികളിലൂടെ കടന്നുപോയതെന്നും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പറയുന്നു. ക്രൈംബ്രാഞ്ച് ഡിറ്റക്ടീവ് വിംഗിന്റെ കിരീടത്തിലെ പൊൻതൂവലായി സജി കൊലക്കേസ് മാറിയിരിക്കുകയാണ്. 5 വർഷം നിയമത്തെയും ഒരു കുടുംബത്തെയും കബളിപ്പിച്ച് ഗൾഫിൽ പോയി സമ്പാദിച്ച് സ്വന്തം ജീവിതം മെച്ചപ്പെടുത്താൻ ശ്രമിച്ച ദിലീപ് ഒടുവിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പാടവത്തിനു മുന്നിൽ വലയിലാകുകയായിരുന്നു. TCV ന്യൂസ്, തൃശൂർ. ചേർപ്പ് ഊരകത്ത് ബാങ്ക് കവർച്ചാ ശ്രമം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ ഊരകം ശാഖയിലാണ് മോഷണ ശ്രമം നടന്നത്. ഷട്ടറിന്റെയും ഗ്രില്ലിന്റെയും പൂട്ടുകൾ തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. പൂട്ട് തകർക്കാൻ ഉപയോഗിച്ച കമ്പിപ്പാര സമീപത്ത് ഉപേക്ഷിച്ച നിലയിലാണ്. ബാങ്കിൽ നിന്ന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. തിങ്കളാഴ്ച രാത്രി 12:30 ശേഷമാണ് സംഭവം. CCTV ദൃശ്യങ്ങളിൽ അന്യസംസ്ഥാന തൊഴിലാളിയായ മോഷ്ടാവിന്റെ വ്യക്തമായ ചിത്രം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കണ്ട മോഷ്ടാവ് 3 പേരടങ്ങുന്ന സംഘമായി സ്ഥിരം തങ്ങളുടെ പച്ചക്കറി കടയിൽ വരാറുണ്ടെന്നും കഴിഞ്ഞ ദിവസവും അവർ കടയിൽ വന്നെന്നും ബാങ്കിന് സമീപം കട നടത്തുന്ന സുലേഖ പറഞ്ഞു. എന്നാൽ ഇവരുടെ താമസസ്ഥലം തിരിച്ചറിഞ്ഞിട്ടില്ല. റൂറൽ SP കാർത്തിക്, DYSP PA വർഗീസ്, ചേർപ്പ് CI K സുരേന്ദ്രൻ, ഡോഗ് സ്ക്വാഡ്, വിരലടയാള വിദഗ്ധർ തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു. ബാങ്ക് മോഷണ ശ്രമം കൂടാതെ സമീപത്തെ 2 പച്ചക്കറി കടകളിലും മോഷണം നടന്നിട്ടുണ്ട്. ഊരകം സെന്ററിൽ കട നടത്തുന്ന വെളുത്തേടത്ത് അനിലിന്റെ കടയിൽ നിന്ന് 3500 രൂപയും പുളിയിലക്കാട്ടിൽ ചന്ദ്രന്റെ കടയിൽ നിന്ന് 1000 രൂപയുമാണ് മോഷണം പോയത്. 2 കടകളുടെയും പുറകുവശത്തെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത്. കവർച്ചാശ്രമത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. വാർത്തകൾ തുടരുന്നു. ചേർപ്പ് ഊരകം SPT ശാഖയിലെ മോഷണശ്രമത്തിന്റെ CCTV ദൃശ്യങ്ങളിൽ കാണുന്ന പ്രതിയെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ ഇരിങ്ങാലക്കുട DYSPയുടെ 9497990088 എന്ന നമ്പറിലോ ചേർപ്പ് CIയുടെ 9497987140 എന്ന നമ്പറിലോ ചേർപ്പ് SIയുടെ 9497980530 എന്ന നമ്പറിലോ അറിയിക്കണമെന്ന് പോലീസ് അറിയിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ SNDPയുടെ മാത്രമല്ല NSS, വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി തുടങ്ങിയ സാമുദായിക സംഘടനകളുടെ പിന്തുണയും ഉണ്ടെന്ന് BJP ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ് പറഞ്ഞു. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തൃശൂർ പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നിലപാട് എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതുക്കാട് തുടങ്ങിയ മേഖലകളിലെ നിരവധി NSS കരയോഗങ്ങൾ പരസ്യമായി BJPക്ക് പിന്തുണ നൽകിയിട്ടുണ്ടെന്ന് A. നാഗേഷ് പറഞ്ഞു. SNDPയുമായി സഖ്യം വേണമെന്നത് തന്നെയാണ് BJPയുടെ നിലപാട്. UDFും CPMും BJPയുടെ ശത്രുക്കളാണെന്നും കോൺഗ്രസ് വിമുക്ത CPM വിമുക്ത കേരളം എന്നതാണ് BJPയുടെ മുദ്രാവാക്യമെന്നും A. നാഗേഷ് വ്യക്തമാക്കി. SNDP മാത്രമല്ല NSS പോലെയുള്ള
സാമുദായിക സംഘടനകൾ BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പ്രാദേശികപരമായിട്ട് പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ പല കരയോഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. VSSന്റെ ആളുകൾ വന്ന് അവരുടെ വിഭാഗത്തിലെ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ജില്ലയിൽ 1218 BJP സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും SNDP പുലയ മഹാസഭ അടക്കം 1326 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. ഇതിൽ 1/3 ഭാഗം BJP സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് A. നാഗേഷ് അഭിപ്രായപ്പെട്ടു. തൃശൂർ കോർപ്പറേഷൻ ഭരണം BJPക്ക് ലഭിക്കുമെന്നും അതിനാലാണ് മേയർ സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടുന്നതെന്നും നാഗേഷ് അവകാശപ്പെട്ടു. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും BJPയുടെ സ്ഥാനാർത്ഥികളായുണ്ട്. കൊടുങ്ങല്ലൂർ, കുന്നംകുളം എന്നീ 2 മുനിസിപ്പാലിറ്റികളിൽ BJPക്ക് ഭരണം കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട്. പഞ്ചായത്തുകളിലും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലും BJPയുടെ കൂടുതൽ പ്രതിനിധികൾ ഉണ്ടാകുമെന്നും മോദി തരംഗം കേരളത്തിൽ ഉണ്ടാകുമെന്നും നാഗേഷ് പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിൽ RSS ഇടപെട്ടിട്ടില്ല. BJPക്കോ RSSനോ SNDPക്കോ മൂന്നാം മുന്നണിയായി ഉയർന്നുവരാനുള്ള ശക്തി ഇല്ലെന്ന് പറയുന്നവർക്കുള്ള മറുപടി വോട്ടെണ്ണൽ ദിനമായ നവംബർ 7 ലഭിക്കുമെന്നും നാഗേഷ് കൂട്ടിച്ചേർത്തു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സന്തോഷ് ജോൺ തൂവൽ, എക്സിക്യൂട്ടീവ് അംഗം ഫിന്നി ലൂയിസ് എന്നിവർ നിലപാട് പരിപാടിയിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. BJPയെ ആക്രമിച്ചുകൊണ്ടുള്ള പ്രചാരണ വേലകളാണ് ഇരു മുന്നണികളും സ്വീകരിക്കുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ പറഞ്ഞു. തൃശൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച BJPയുടെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു K. സുരേന്ദ്രൻ. UDF സർക്കാരിന്റെ വർഗീയ പ്രീണനത്തെക്കുറിച്ചും അഴിമതി ഭരണത്തെയും ജനകീയ പ്രശ്നങ്ങളെക്കുറിച്ചും LDF ചർച്ച ചെയ്യുന്നില്ല. SNDPയും BJPയുമായുള്ള കൂട്ടുകെട്ടിൽ വിറളി പിടിച്ചാണ് UDFും LDFും ശാശ്വതികാനന്ദയുടെ മരണം ചർച്ചാ വിഷയമാക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം ശാശ്വതികാനന്ദയുടെ മരണമാണ്. ശാശ്വതികാനന്ദയുടെ മരണം വീണ്ടും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രധാനമായും ആ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ഇടതുപക്ഷമാണെങ്കിലും അതിനെ പിന്തുണച്ചുകൊണ്ട് UDFിലെ കക്ഷികളും രംഗത്ത് വന്നിരിക്കുകയാണ്. കേരളത്തിൽ ശരിയായ ഒരു മൂന്നാം ബദൽ വളർന്നു വരണമെന്ന് ജനങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് ഉള്ള ഒരു മുന്നേറ്റം നടക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ശാശ്വതികാനന്ദയുടെ മരണം എടുത്തു പുറത്തിട്ടിരിക്കുന്നത്. നേരത്തെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം താലിബാൻ മോഡൽ എന്ന് പറഞ്ഞ പിണറായി വിജയന്റെ നിലപാട് മാറിയതെങ്ങനെയെന്ന് വ്യക്തമാക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. എല്ലാ കുറ്റങ്ങളും പ്രധാനമന്ത്രിയുടെ തലയിൽ ചുമത്താനായുള്ള ബോധപൂർവമായ പ്രചാരണ വേലകളാണ് നടക്കുന്നത്. ബീഫെസ്റ്റ് നടത്തി പ്രതിഷേധിക്കുന്നവർ മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ വനിതാ സ്ഥാനാർത്ഥികൾക്ക് ഫോട്ടോയോടുകൂടിയ പോസ്റ്റർ അടിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്തതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFും LDFും പിരിച്ചുവിട്ട് പൊതു സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കേണ്ട അവസ്ഥ വരും. കേന്ദ്ര പദ്ധതികളുടെ ആനുകൂല്യം സാധാരണക്കാർക്ക് ലഭ്യമാക്കാൻ UDF സർക്കാർ കാട്ടിയ വിമുഖതയ്ക്ക് വലിയ വില നൽകേണ്ടി വരുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. UDFും LDFും അവരുടെ ഘടകകക്ഷികളും അത്തരം സമരങ്ങളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ ഇത് ജനങ്ങളെ തമ്മിലടിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും അതുവഴി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുമാണ്. BJP ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന സെൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ തൃശൂർ വികസനരേഖ അവതരിപ്പിച്ചു. RSP B വിഭാഗം നേതാവ് AV താമരാക്ഷൻ, SNDP അസിസ്റ്റന്റ് സെക്രട്ടറി KV സദാനന്ദൻ, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത് എന്നിവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. തൃശൂരിലെ പ്രമുഖ ക്ഷേത്രങ്ങളിലെല്ലാം പ്രത്യേക ചടങ്ങുകളോടെ പൂജവെപ്പ് നടന്നു. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലും തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും നിരവധി വിദ്യാർത്ഥികളാണ് പാഠപുസ്തകങ്ങൾ പൂജയ്ക്ക് വയ്ക്കാനായി എത്തിയത്. പൂജവെപ്പിനോടനുബന്ധിച്ച് എല്ലാ ക്ഷേത്രങ്ങളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ദർശനത്തിന് എത്തിയവർക്കായി ക്ഷേത്രം ദേവസ്വങ്ങൾ പ്രത്യേക സൌകര്യങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. വിജയദശമി ദിവസമായ വെള്ളിയാഴ്ച രാവിലെയാണ് പൂജയെടുപ്പ്. 2 ദിവസം ക്ഷേത്രങ്ങളിൽ അടച്ചുപൂജയും ഉണ്ടാകും. നവരാത്രിയോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിലെല്ലാം നേരത്തെ പ്രത്യേക ആഘോഷ പരിപാടികളും ആരംഭിച്ചിരുന്നു. തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി 7ാം ദിവസമായ ചൊവ്വാഴ്ച വൈകിട്ട് ചെന്നൈ R. ശിവകുമാറിന്റെ വയലിൻ കച്ചേരി അരങ്ങേറി. തൃശൂർ M. സുരേഷ് മൃദംഗത്തിലും ആലപ്പുഴ G. മനോഹർ ഘട്ടത്തിലും പക്കമേളമൊരുക്കി. ദുർഗാഷ്ടമി ദിവസമായ ബുധനാഴ്ച വൈകിട്ട് തൃശൂർ MS പരമേശ്വരന്റെ സംഗീത കച്ചേരി അരങ്ങേറും. ക്ഷേത്രം അഗ്രശാലയിൽ നടക്കുന്ന കച്ചേരി ആസ്വദിക്കാൻ നിരവധി ആസ്വാദകരാണ് ദിവസവും എത്തിച്ചേരുന്നത്. പ്രസിദ്ധമായ ചേർപ്പ് തിരുവുള്ളക്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വിജയദശമിയോടനുബന്ധിച്ച് പുസ്തക പൂജവെപ്പിന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെത്തി. ക്ഷേത്രം മേൽശാന്തി പരമേശ്വരൻ
നമ്പൂതിരി കുട്ടികളിൽ നിന്ന് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. സരസ്വതി മണ്ഡപത്തിൽ സമർപ്പിച്ചു. ഇത്തവണ 2 ദിവസമാണ് അടച്ചുപൂജ. വിജയദശമി ദിവസമായ വെള്ളിയാഴ്ച 10,000-കണക്കിന് കുരുന്നുകളാണ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര സന്നിധിയിൽ ആദ്യാക്ഷരം കുറിക്കാനെത്തുക. ക്ഷേത്ര ദർശനത്തിന് എത്തുന്നവർക്കായി എല്ലാ സൌകര്യങ്ങളും ഒരുക്കുന്നതോടൊപ്പം തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള ഫ്ളൈ ഓവർ സംവിധാനവും സജ്ജമാക്കിയിട്ടുണ്ട്. തിരുളക്കാവ് അനുഷ്ഠാന കലാപീഠം 5ാം വർഷ വിദ്യാർത്ഥികളുടെ 2ാം ബാച്ചിന്റെ മേള അരങ്ങേറ്റവും നടന്നു. നവരാത്രി ആഘോഷ കലാപരിപാടികളോടനുബന്ധിച്ച് 100-കണക്കിന് കലാകാരന്മാരും കലാകാരികളുമാണ് ക്ഷേത്ര സന്നിധിയിൽ അരങ്ങേറ്റം കുറിച്ചത്. അടച്ചുപൂജയായ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും രാവിലെ മുതൽ രാത്രി വരെ വിവിധ കലാപരിപാടികളും അരങ്ങേറും. തീരദേശത്ത് തുടർച്ചയായി ഉണ്ടായ വെള്ളിയാഴ്ച മോഷണക്കേസിലെ പ്രതികളായ 2 പേരെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം ചളിങ്ങാട് കല്ലിപ്പറമ്പത്ത് വീട്ടിൽ അഫ്സലും കൂട്ടുകാരനും 16-കാരനുമായ വിദ്യാർത്ഥിയുമാണ് പിടിയിലായത്. കാക്കാത്തിരുത്തി ഇസത്തുൽ ഇസ്ലാം മദ്രസയിൽ മഹൽ ഖത്തീബിന്റെ മുറി കുത്തി തുറന്ന് ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളും പണവും കവർന്ന കേസിലാണ് വെള്ളിയാഴ്ച മോഷണക്കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഈ മാസം 9-നാണ് മോഷണം നടന്നത്. സംഭവ ദിവസം എല്ലാവരും നമസ്കാരത്തിന് പള്ളിയിൽ കയറിയ സമയം ഖത്തീബിന്റെ മുറിയുടെ വാതിൽ കമ്പി ഉപയോഗിച്ച് പൊളിച്ച് പ്രതി അഫ്സൽ അകത്ത് കടക്കുകയായിരുന്നു. ഈ സമയം 1ാം നിലയിലെ കോവണിയിൽ കൂട്ടുകാരനെ കാവൽ നിർത്തിയാണ് മോഷണം നടത്തിയത്. മോഷണം കഴിഞ്ഞ ഉടനെ 3 പീടികയിൽ നിന്ന് കാർ വാടകയ്ക്കെടുത്ത് എറണാകുളത്തെത്തി മോഷ്ടിച്ച ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളും വിൽപ്പന നടത്തുകയായിരുന്നു. ലാപ്ടോപ്പും മൊബൈൽ ഫോണും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. 2 വർഷം മുൻപ് അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മൊബൈൽ ഫോൺ മോഷ്ടിച്ച കേസിലെ പ്രതിയാണ് അഫ്സൽ. ഈ കേസിൽ പ്രായപൂർത്തിയാകാത്തതിനാൽ വെറുതെ വിട്ടതും വെള്ളിയാഴ്ച കള്ളന്മാർ പിടിയിലാകാത്തതും മോഷണം നടത്താൻ പ്രേരണയായി. എറണാകുളത്ത് കെട്ടിട നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ തൊഴിലാളികളുടെ പണവും ഫോണുകളും കവരുന്നിടത്തു നിന്നാണ് അഫ്സൽ മോഷണം തൊഴിലാക്കുന്നത്. പിതാവും മാതാവും വിവാഹമോചിതരായതിനാൽ ഇടയ്ക്ക് പിതാവിന്റെ വീടായ ചെളിങ്ങാടും പഠനത്തിനായി എറണാകുളം ഞാറയ്ക്കലുമാണ് പ്രതിയുടെ താമസം. ആഡംബര ജീവിതം നയിക്കുന്നതിനാണ് പ്രതി മോഷണം പതിവാക്കിയത്. 1.5 ലക്ഷം രൂപ വില വരുന്ന ബൈക്കാണ് അഫ്സൽ ഉപയോഗിക്കുന്നത്. കൊടുങ്ങല്ലൂർ CI NS സലീഷ്, മതിലകം SI MK ഷാജി, സീനിയർ CPOമാരായ മുഹമ്മദ് റാഫി, മുഹമ്മദ് അഷ്റഫ്, ഗോപി, ബിജു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. TCV കയ്പമംഗലം. ചന്ദ്രാപിന്നിയിൽ സൈക്കിളിൽ നിന്ന് തെറിച്ചുവീണ വൃദ്ധൻ ബൈക്കിടിച്ച് മരിച്ചു. ചന്ദ്രാപിന്നി കണ്ണനാംകുളം സ്വദേശി തോട്ടുങ്ങൽ 87 വയസ്സുള്ള രാമദാസാണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 4:30 ചന്ദ്രാപിന്നി സെന്ററിലായിരുന്നു അപകടം. തൃപ്രയാർ പോളിടെക്നിക്കിൽ ക്ലാസ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കാണ് രാമദാസിനെ ഇടിച്ചത്. അപകടത്തിൽ വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റു. വെള്ളാങ്കല്ലൂർ സ്വദേശികളായ പൂവത്തുംകടവിൽ സജീവൻ മകൻ നിഖിൽ, പുഴക്കടവ് തിലകന്റെ മകൻ ഗോകുൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ 3 പീടിക ഗാർഡിയൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മതിലകം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. തൃശൂർ കുറുപ്പം റോഡിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ച സംഭവത്തിൽ ലോറി ഡ്രൈവർ ഷൊർണൂർ സ്വദേശി സവാദിനെ അറസ്റ്റ് ചെയ്തു. അപകടത്തിന് ശേഷം ഒളിവിൽ പോയ ഡ്രൈവറെ ട്രാഫിക് SI മഹേന്ദ്രസിംഹനാണ് പിടികൂടിയത്. പെരിങ്ങാവ് സ്വദേശി അകത്തുംകാട്ടിൽ അശോകനാണ് തിങ്കളാഴ്ച രാത്രിയുണ്ടായ അപകടത്തിൽ മരിച്ചത്. കൂട്ടനെല്ലൂരിൽ ബന്ധുവിന്റെ വീട്ടിൽ വിവാഹത്തിന് പോയി മടങ്ങി വരുമ്പോഴായിരുന്നു അപകടം. തളിക്കുളം ഇടശ്ശേരി ബീച്ചിൽ 15-കാരിയായ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ 56-കാരനെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. തളിക്കുളം തമ്പാൻകടവ് സ്വദേശി കുട്ടംപറമ്പത്ത് കൃഷ്ണൻകുട്ടിയാണ് അറസ്റ്റിലായത്. വാടാനപ്പള്ളി മത്സ്യമാർക്കറ്റിൽ മത്സ്യവിതരണക്കാരനാണ് കൃഷ്ണൻകുട്ടി. 5 മാസം മുൻപാണ് കേസിനാസ്പദമായ സംഭവം. മാർക്കറ്റിൽ നിന്ന് ഇയാൾ വീട്ടിലെത്തിക്കുന്ന മീൻ വാങ്ങാൻ കുട്ടി പതിവായി എത്താറുള്ളതായി പറയുന്നു. വീട്ടിലെത്തിയ കുട്ടിയെ ഇയാൾ പീഡിപ്പിക്കുകയായിരുന്നു. പലതവണ ഇയാൾ കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയിട്ടുള്ളതായി പോലീസ് പറഞ്ഞു. സംശയത്തെ തുടർന്ന് ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ട് നടത്തിയ പരിശോധനയിലാണ് 5 മാസം ഗർഭിണിയാണെന്ന വിവരം വീട്ടുകാർ അറിയുന്നത്. അമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. ഇടശ്ശേരി ബീച്ചിൽ നിന്ന് നാട്ടുകാരുടെ സഹായത്തോടെയാണ് വലപ്പാട് CI R രതീഷ് കുമാർ, വാടാനപ്പള്ളി SI S അഭിലാഷ് കുമാർ എന്നിവർ പ്രതിയെ പിടികൂടിയത്. വീട്ടിൽ ഭാര്യയും കുട്ടികളും ഇല്ലാത്ത സമയത്താണ് പെൺകുട്ടിയെ പ്രതി പീഡിപ്പിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന യുവാവിനെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. എടത്തിരുത്തി സ്വദേശി ചൂണ്ടയിൽ ജിനേഷിനെയാണ് SI മനു V നായർ അറസ്റ്റ് ചെയ്തത്. വധശ്രമങ്ങളടക്കം നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. 1 മാസം മുൻപ് ഇയാളുടെ ജ്യേഷ്ഠൻ ധനേഷിനെ കഞ്ചാവ് വിൽപ്പന നടത്തിയതിന് കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഗുരുവായൂർ ഏകാദശി വിളക്കാഘോഷങ്ങൾക്ക് ശനിയാഴ്ച തുടക്കമാകും. ദശകങ്ങളായി ക്ഷേത്രത്തിൽ ഏകാദശി വിളക്ക് നടത്തിവരാറുള്ള പാലക്കാട് പറമ്പോട്ട് അമ്മിണി അമ്മയുടെ വകയായാണ് ആദ്യവിളക്ക്. 30 ദിവസം വ്യക്തികളും സ്ഥാപനങ്ങളും വഴിപാടായാണ് വിളക്ക് നടത്തുന്നത്. വിളക്കാഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ നിത്യവും പുഷ്പാലങ്കാരം, ദീപാലങ്കാരം, പഞ്ചാരിമേളം, പഞ്ചവാദ്യം, എഴുന്നള്ളിപ്പുകൾ, കലാപരിപാടികൾ എന്നിവയുണ്ടാകും. ഏകാദശിയോടനുബന്ധിച്ചുള്ള ചെമ്പൈ സംഗീതോത്സവത്തിന് നവംബർ 8 മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ തുടക്കമാകും. 15 ദിവസങ്ങളിലായി 3000-ലധികം പേർ
സംഗീതോത്സവത്തിൽ പങ്കെടുക്കും. നവംബർ 22-നാണ് പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി. പാകിസ്ഥാൻ സ്വദേശിയാണെന്ന് ആരോപിച്ച് മലയാളി യുവാവിനെ മുംബൈ പോലീസ് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ട് സമ്മർദ്ദം ചെലുത്തണമെന്ന് ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ ചാവക്കാട് താലൂക്ക് ഓഫീസ് മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്കും പരിക്കേറ്റു. ചാവക്കാട് എസ്ഐ പി.ഡി. അനൂപ് മോൻ, സിപിഒമാരായ കെ.പി. ശ്രീകുമാർ, വി.സി. ജിതേഷ്, എം.യു. ഫൈസൽ, ഡിവൈഎഫ് പ്രവർത്തകരായ ഇറിൻ ആന്റണി, ഇ.ബി. സുധീർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച വൈകിട്ട് 4:00-ഓടെയായിരുന്നു സംഭവം. പ്രകടനവുമായി എത്തിയ പ്രവർത്തകർ താലൂക്ക് ഓഫീസിന് മുന്നിൽ നിലയുറപ്പിച്ച് പോലീസ് വലയം ഭേദിക്കാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷത്തിന് തുടക്കമായത്. ഇതോടെ സമരക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പോലീസിനെ മറികടന്ന് താലൂക്ക് ഓഫീസ് വളപ്പിലേക്ക് കയറാൻ ശ്രമിച്ചതോടെ സംഘർഷം രൂക്ഷമായി. ഇതിനിടയിലാണ് പോലീസിനും ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കും പരിക്കേറ്റത്. വാർത്തയിലേക്ക് ചിമ്മിനി ടൂറിസത്തിന് പുത്തൻ മുഖം നൽകി വിനോദസഞ്ചാരികൾക്കായി മുളച്ചങ്ങാടം ഒരുങ്ങുന്നു. വനംവകുപ്പിന്റെ സഹകരണത്തോടെ ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയാണ് മുളച്ചങ്ങാടം നീറ്റിലിറക്കുന്നത്. ചിമ്മിനിയുടെ എർത്ത് ഡാമിലെ ജലസംഭരണിയിലാണ് വിനോദസഞ്ചാരികൾക്കായി 2 മുളച്ചങ്ങാടങ്ങൾ ഒരുക്കുന്നത്. വ്യാഴാഴ്ച മുതൽ എർത്ത് ഡാമിൽ ജലസവാരി ആരംഭിക്കും. ജനവിധി. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന പ്രവർത്തകർക്കെതിരെയുള്ള ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അച്ചടക്ക നടപടി തുടരുന്നു. അവണിശ്ശേരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ 11 പേരെ ഡിസിസി പ്രസിഡന്റ് ഒ. അബ്ദുറഹ്മാൻ കുട്ടി അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. വേലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈനി ഫ്രാൻസിസ്, അവണിശ്ശേരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വിൽസൺ പള്ളിപ്പാടൻ, ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജോസ്, പുഴയ്ക്കൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ.എസ്. ബിനീഷ്, മുൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ.ആർ. ലിബിനാഷ്, മഹിളാ കോൺഗ്രസ് കൈപ്പറമ്പ് മണ്ഡലം പ്രസിഡന്റ് മേരി പോൾസൺ, കൊടകര ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ.ജെ. ജോൺസൺ, ജേക്കബ് കാച്ചപ്പള്ളി, ടി.എസ്. രാജു, യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി സിമീഷ്, കെ.എസ്. ഗോപൻ എന്നിവരെയാണ് ഡിസിസി പ്രസിഡന്റ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. തൃശൂർ കോർപ്പറേഷൻ സിറ്റിംഗ് കൌൺസിലർമാരായ കിരൺ സി ലാസർ, പ്രൊഫസർ അന്നം ചോൺ എന്നിവരെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. ഇരിങ്ങാലക്കുട നഗരസഭയിൽ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി മത്സരത്തിൽ നിന്ന് പിന്മാറി. കെപിസിസിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഗാന്ധിഗ്രാമം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന തങ്കമ്മ പാപ്പച്ചൻ പിന്മാറിയത്. സ്ഥാനാർത്ഥികളായവർ മേക്ക് ഓവറിലൂടെ യഥാർത്ഥ രാഷ്ട്രീയ നേതാവാകുന്ന തിരക്കിലാണ്. മേക്ക് ഓവറിൽ അവിഭാജ്യ ഘടകം ഇത്തവണയും ഖദറും കൈത്തറിയും തന്നെ. ഷർട്ടും മുണ്ടും സാരിയും ത്രിവർണ്ണ കരയുള്ള ഷാളും കാവിക്കരയുള്ള വസ്ത്രങ്ങളുമായാണ് സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക വേഷം. പാർട്ടി ഏതുമാകട്ടെ, കൈത്തറിയും ഖദറുമില്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകനെ എങ്ങനെ തിരിച്ചറിയുമെന്നതാണ് പ്രസക്തമായ ചോദ്യം. അതിനാൽ LDFും UDFും BJPയും സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക വേഷമായി നേരത്തെ തന്നെ ഖദറിനെ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വെള്ള ഖദർ ഷർട്ട് കഞ്ഞിവെള്ളത്തിൽ മുക്കി ചുളിവ് വീഴാതെ അലക്കി തേച്ച് ഉപയോഗിക്കുന്നവർ രാഷ്ട്രീയക്കാരന്റെ യൂണിഫോം വെള്ള ഖദർ ഷർട്ടും മുണ്ടുമാക്കിയിട്ട് ഏറെക്കാലമായി. രാഷ്ട്രീയക്കാരനാണെങ്കിൽ മുണ്ട് നിർബന്ധമാണ്. പാൻസിന് എന്തോ സുഖക്കുറവുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ മുൻവിധി. അതിനാൽ പാൻസ് ധരിക്കുന്നവർ സ്ഥാനാർത്ഥിയായാൽ മുണ്ടെടുത്ത് പ്രത്യേക പ്രാക്ടീസിന് ശേഷമാണ് വോട്ട് പിടുത്തത്തിന് ഇറങ്ങുക. തെരഞ്ഞെടുപ്പ് വന്നതോടെ കോളടിച്ചത് കൈത്തറി വസ്ത്രവിൽപ്പനശാലകൾക്കാണ്. ഓണത്തിന് ശേഷം മങ്ങിയ വിപണിയിൽ തെരഞ്ഞെടുപ്പായതോടെ സ്ഥാനാർത്ഥികളുടെയും അണികളുടെയും തിരക്കാണ് പ്രകടമായത്. എന്നാൽ വെള്ള ഷർട്ട് എന്ന പതിവ് ലൈറ്റ് കളേഴ്സിനെ വഴിമാറി തുടങ്ങിയെന്നതാണ് പുതിയ ട്രെൻഡ്. വനിതാ സ്ഥാനാർത്ഥികൾ കൈത്തറി സാരികൾ വാങ്ങാനായി ഇത്തവണ ഏറെ എത്തുന്നുണ്ടെന്ന് ഈ രംഗത്തുള്ളവർ പറയുന്നു. ഇപ്പോൾ വരുന്ന ഭൂരിഭാഗം സ്ഥാനാർത്ഥികളും സ്ഥാനാർത്ഥികളുടെ അനുബന്ധമായിട്ടുള്ള ആൾക്കാരും സ്ഥാനാർത്ഥികളെ സഹായിക്കാൻ നടക്കുന്നവരുമാണ് കൂടുതലും വന്ന് ഒരു പരമ്പരാഗത വ്യവസായത്തിന്റെ കൈത്തറി ഖാദി അതിനുള്ള ഉൽപ്പന്നങ്ങൾ കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെട്ട് വരുന്നുണ്ട്. വനിതാ സ്ഥാനാർത്ഥികൾ കൂടുതലുള്ളത് കൊണ്ട് സാരി ഐറ്റംസ്, കൈത്തറി സാരികൾ ഇഷ്ടംപോലെ മൂവ് ചെയ്യുന്നുണ്ട്. ഇഷ്ടപ്പെട്ട ചോയ്സുകളുടെ ത്രിവർണ്ണ കളറ്, ഗ്രീൻ അല്ലെങ്കിൽ മഞ്ഞ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ എല്ലാ പാർട്ടിക്കാരും വന്ന് എടുക്കുന്നുണ്ട്. കൊടുക്കുന്ന സ്വീകരണങ്ങൾ എടുക്കുമ്പോഴാണ് ഷാളുകളും പൊന്നാടകളും കൂടുതലായി പോകുന്നത്. നേതാക്കൾക്ക് മാത്രമല്ല അണികൾക്കും കൈത്തറി കൂടിയേ തീരൂ. കൈത്തറി സാരി 1000 രൂപ മുതൽ 4000 രൂപ വരെയാണ് വില. ഷർട്ടിന്റെ വില 700 രൂപ മുതൽക്ക് ആരംഭിക്കും. മിക്ക സ്ഥാനാർത്ഥികളും 4-5 ജോഡി വീതം കൈത്തറി വസ്ത്രങ്ങൾ വാങ്ങിയാണ് മടങ്ങുക. കൂടെ അണികൾക്കും വാങ്ങി നൽകണം. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ പേരിൽ കുറെ കൈത്തറി വസ്ത്രങ്ങൾ വിറ്റഴിയുമെന്ന് ചുരുക്കം. ഷർട്ടും സാരിയും മാത്രമല്ല ഷാളുകളും ടൗലുകളും പൊന്നാടയുമെല്ലാം സീസണിലേക്കായി സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ത്രിവർണ്ണ നിറത്തിലും കാവിയിൽ പച്ചക്കറിയുള്ളതുമായ ഷാളുകളാണ് ഏറെ ചിലവാകുന്നത്. അണികൾക്കിടയിൽ സ്ഥാനാർത്ഥിയെ വേറിട്ട് നിർത്തുന്നതിന് ഷാളുകൾ അവിഭാജ്യ ഘടകങ്ങളാണ്.
എന്തായാലും സ്ഥാനാർത്ഥി കുപ്പായം തുന്നി കാത്തിരുന്ന പലർക്കും സീറ്റ് കിട്ടാകനിയായപ്പോൾ അപ്രതീക്ഷിതമായി വീണ് കിട്ടിയ സ്ഥാനാർത്ഥിത്വം ഖദറിന്റെയും കൈത്തറിയുടെയും മേക്ക് ഓവറിലൂടെ ആഘോഷിക്കുകയാണ് ഇക്കൂട്ടർ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം കൊഴുപ്പിക്കാൻ ചുമരെഴുത്തുമായി ഭാര്യയും ഭർത്താവും. വരയ്ക്കാൻ ആർട്ടിസ്റ്റുകളെ കിട്ടാതായ ഈ കാലഘട്ടത്തിൽ ദമ്പതികളുടെ ചുമരെഴുത്ത് ശ്രദ്ധേയമാവുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ചൂടിന് നിറച്ചാർത്ത് പകരുകയാണ് ഈ ദമ്പതിമാരുടെ ചുമരെഴുത്ത്. തൃക്കൂർ കുറവിടത്ത് സജീവനും ഭാര്യ മിനിയുമാണ് ചുമരെഴുത്തുമായി രംഗത്തുള്ളത്. ഈ ദമ്പതികളുടെ കലാവൈഭവത്തിൽ പിറവിയെടുക്കുന്നത് കളർഫുള്ളായ വരകൾ തന്നെ. ചുമരെഴുത്തിൽ നിന്ന് പ്രചാരണം ഫ്ലക്സുകളിലേക്ക് കൂടുമാറിയ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വരയ്ക്കാൻ ആർട്ടിസ്റ്റുകളെ കിട്ടാതായതോടെയാണ് സജീവൻ ഭാര്യയെയും ഒപ്പം കൂട്ടിയത്. തലയിൽ ഒരു തോർത്ത് കെട്ടി ഭർത്താവിനോടൊപ്പം വരയുടെ ലോകത്തേക്ക് ഇറങ്ങിത്തിരിച്ച മിനി ഇന്ന് നല്ലൊരു ആർട്ടിസ്റ്റായി മാറിക്കഴിഞ്ഞു. ഇവരുടെ ചുമരെഴുത്തിന് രാഷ്ട്രീയ ഭേദമില്ല. ഒരു ഭാഗത്ത് വലതുമുന്നണി സ്ഥാനാർത്ഥിയുടെ ചുമരെഴുത്ത് ഭർത്താവ് നിർവഹിക്കുമ്പോൾ മറുഭാഗത്തെ ചുമരിൽ ഇടതുമുന്നണിയുടെ പ്രചാരണം ഭാര്യയും എഴുതും. അങ്ങനെയാണ് ഈ ദമ്പതികളുടെ തിരക്ക് പിടിച്ച ചുമരെഴുത്ത്. കൂലിക്ക് ആളെ വെച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ഉണ്ട്. കാരണം കൂലിയേക്കാൾ കൂടുതൽ അവർക്ക് അതിന് ചെലവ് കൊടുക്കണം. അപ്പോൾ അത് താങ്ങാൻ പറ്റില്ല. മാത്രമല്ല ഇപ്പോൾ ആർട്ടിസ്റ്റുകളെ കിട്ടാനായിട്ട് ഇല്ല. നമ്മൾ ഏറ്റെടുത്ത വർക്ക് പൂർത്തീകരിക്കാൻ അതിനു വേണ്ടിയിട്ട് ഭാര്യയെ കൂട്ടി നമ്മൾ ഇറങ്ങി. ഏതു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും ചുമരെഴുതാൻ തയ്യാറുള്ള ഇവർ കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ LDFന്റെയും UDFന്റെയും ചുമരെഴുത്തുമായി തങ്ങളുടെ കലാവൈഭവം തെളിയിച്ചിരുന്നു. നിറങ്ങളിൽ നീരാടിയ വരകളിൽ ഇതൾ വിരിയുന്ന ഒട്ടേറെ പുതുമകൾക്കൊപ്പം ആവശ്യക്കാർക്ക് സ്ഥാനാർത്ഥിയുടെ ചിത്രവും വരച്ചു നൽകും. തൃക്കൂർ പുത്തൂർ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികൾക്കു വേണ്ടി ദിനരാത്രങ്ങൾ നീളുന്ന പ്രചാരണമാണ് ഇപ്പോൾ സജീവനും മിനിയും ഏറ്റെടുത്തിരിക്കുന്നത്. ഒരു ദിവസം 4 മതിലുകളിൽ വീതമാണ് ദമ്പതികളുടെ കരവിരുത് പ്രകടമാകുക. ഇവരുടെ ഈ ചുവരെഴുത്തിന് കൊടിയുടെ നിറഭേദങ്ങളില്ല. തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കാഴ്ചക്കാരിൽ കൗതുകമുണർത്തിക്കൊണ്ട് വഴിയോരങ്ങളിൽ ഈ ദമ്പതിമാരുടെ ചുവരെഴുത്ത് തുടരും. ക്യാമറമാൻ കൃഷ്ണകുമാർ കെമലയിലിനൊപ്പം ശ്രീകേഷ് വെള്ളാൻകിര, TC വിനോസ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഓരോ വകുപ്പുകളും സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ ജില്ലാതല യോഗം കളക്ടറേറ്റിൽ ചേർന്നു. ജില്ലാ വരണാധികാരി കൂടിയായ കളക്ടർ ഡോക്ടർ A. കൌശികൻ അധ്യക്ഷത വഹിച്ചു. റൂറൽ SP കാർത്തിക്, ACP CS ഷാഹുൽ ഹമീദ്, ADM CK അനന്തകൃഷ്ണൻ, തഹസിൽദാർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. തദ്ദേശം 2015. ഗുരുവായൂരിൽ 1995 തെരഞ്ഞെടുപ്പിന് ശേഷം ഇത്തവണ വീണ്ടും അധ്യക്ഷ സ്ഥാനം വനിതാ സംവരണമായിരിക്കുകയാണ്. ഹാട്രിക് തികഞ്ഞ വിജയപരമ്പര അടുത്ത തെരഞ്ഞെടുപ്പിലും തുടരാമെന്ന ആത്മവിശ്വാസത്തിൽ LDF കച്ചുകെട്ടിയിറങ്ങുമ്പോൾ വികസന മുരടിപ്പെന്ന ആരോപണവുമായി ഭരണം പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് UDF. എന്നാൽ ആധ്യാത്മിക നഗരിയിൽ ഇതുവരെ വിജയക്കൊടി പാറിക്കാനായിട്ടില്ലെങ്കിലും മോദി തരംഗം ഉയർത്തിക്കാട്ടി അരയും തലയും മുറുക്കി BJPയും ശക്തമായി രംഗത്തെത്തിയത് ഗുരുവായൂരിലെ തെരഞ്ഞെടുപ്പ് രംഗത്തിന് വീറും വാശിയും വർദ്ധിപ്പിക്കും. ആകെ 43 സീറ്റിലേക്ക് മത്സരം നടക്കുന്ന ഗുരുവായൂരിലെ കക്ഷിനില ഇപ്രകാരമാണ്. LDFൽ CPM 19ഉം CPI 5ഉം ജനതാദൾ S 1ഉമാണ്. UDFൽ കോൺഗ്രസിന് 16ഉം CMPക്ക് 1 സീറ്റുമാണുള്ളത്. BJPയുടെ 1 കൌൺസിലറും നിലവിൽ നഗരസഭയിലുണ്ട്. സംസ്ഥാന തലത്തിലെ ചേരിതിരിവിന്റെ ഭാഗമായി UDF വിട്ട CMP അംഗം കൌൺസിലിൽ ഇപ്പോൾ നിഷ്പക്ഷ നിലപാടിലാണ്. ഹാട്രിക് വിജയത്തിലെ വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് LDF അംഗത്തിനിറങ്ങുന്നത്. പട്ടികജാതി ജനറൽ വിഭാഗങ്ങൾക്കായി 700 വീടുകൾ നിർമ്മിക്കുന്നതിന് 11 കോടി രൂപയുടെ ധനസഹായം, 42 കോടി രൂപ ചെലവിൽ റോഡ് നിർമ്മാണവും അറ്റകുറ്റപ്പണികളും നടത്താനായത്. പച്ചക്കറി ഉൽപാദനത്തിന് പ്രാധാന്യം നൽകി കാർഷിക മേഖലയിൽ 3 കോടി ചെലവിട്ടത്. ഇതെല്ലാം കഴിഞ്ഞ കാലങ്ങളിലെ നേട്ടമായി LDF നേതൃത്വം വിലയിരുത്തുന്നു. ഇതേസമയം ഗുരുവായൂരിന്റെ സർവ്വമേഖലകളിലും വികസന പിന്നോക്കാവസ്ഥയാണ് LDFന്റെ തുടർച്ചയായ 15 വർഷത്തെ ഭരണം കൊണ്ട് ഉണ്ടായിട്ടുള്ളതെന്ന കുറ്റപ്പെടുത്തലുമായാണ് UDF പ്രചാരണത്തിനിറങ്ങുന്നത്. ക്ഷേത്രനഗരിയുടെ വികസനത്തിൽ പൂർണ്ണ പരാജയമായിരുന്നു ഇടതുപക്ഷത്തിന്റേതെന്നും ഇവർ ആരോപിക്കുന്നു. UDF ഭരണകാലത്ത് നടത്തിയ വികസനങ്ങൾ മാത്രമാണ് ഇപ്പോഴും ഗുരുവായൂരിൽ ഉള്ളതെന്നും UDF പറയുന്നു. 2005 തെരഞ്ഞെടുപ്പിൽ 2 വാർഡ് നേടുകയും 2010 1 സീറ്റായി കുറയുകയും ചെയ്ത BJP ഇത്തവണ 42 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. ഇടതു വലതു മുന്നണികൾ ഇത്രകാലം ഭരിച്ചതിന്റെ ദോഷവശങ്ങൾ വിശദീകരിച്ച് മോദി മോഡൽ വികസനം ഉറപ്പു നൽകിയാണ് BJP അംഗം കുറിക്കുന്നത്. ക്ഷേത്ര നഗരിയുടെ പവിത്രതയും യശസ്സും ലോകം മുഴുവൻ ഉയർത്തിക്കാട്ടാവുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളായിരിക്കും അധികാരത്തിലെത്തിയാൽ സംഭവിക്കുകയെന്നും BJP ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു.
28,000-ഓളം വോട്ടർമാരുള്ള പുന്നിയൂർ പഞ്ചായത്തിൽ UDF 16, LDF 4 എന്നതാണ് നിലവിലെ കക്ഷിനില. 20 വാർഡുകളാണ് പഞ്ചായത്തിലുള്ളത്. 8 സീറ്റ് ലീഗും 7 സീറ്റ് കോൺഗ്രസും 1 UDF സ്വതന്ത്രനുമാണ് ജയിച്ചത്. പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിലും ഭരണപരമായ വിഷയങ്ങളിൽ കോൺഗ്രസും ലീഗും തമ്മിലുമുണ്ടായ തർക്കമാണ് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തുണ്ടായ പ്രധാന സംഭവങ്ങൾ. ആദ്യത്തെ 33 മാസം ലീഗും പിന്നീടുള്ള 27 മാസം കോൺഗ്രസും പ്രസിഡന്റ് സ്ഥാനം പങ്കിട്ടു. വൈസ് പ്രസിഡന്റ് സ്ഥാനവും ഇതേ രീതിയിൽ വീതം വെച്ചു. 4 സീറ്റാണ് LDFിനുള്ളത്. പഞ്ചായത്തിലെ 9 വാർഡുകളിൽ ഇത്തവണ വനിതാ സംവരണമാണ്. മന്ദലാംകുന്ന്, എടക്കര വെസ്റ്റ്, കടാമ്പുള്ളി, എടക്കഴിയൂർ നോർത്ത്, കാജ കമ്പനി, എടക്കഴിയൂർ വെസ്റ്റ്, എടക്കഴിയൂർ ഈസ്റ്റ്, പഞ്ചവടി സൗത്ത്, അകലാട് സൗത്ത്, മൂന്നയിനി ഈസ്റ്റ് എന്നിവയാണ് വനിതാ സംവരണ വാർഡുകൾ. ബദർപള്ളി വാർഡ് പട്ടികജാതി സംവരണവും പഞ്ചവടി നോർത്ത് പട്ടികജാതി സ്ത്രീ സംവരണവുമാണ്. നിലവിൽ ഭരണത്തിലുള്ള UDF നേട്ടങ്ങളായി പറയുന്നത് ഇവയാണ്. ഭവന നിർമ്മാണ സഹായം 500 പേർക്ക് നൽകി. 40 വീടുകൾ പഞ്ചായത്ത് ഫണ്ടിൽ നിർമ്മിച്ചു. എല്ലാ വാർഡിലും റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചു. തുടങ്ങി ഭരണമുന്നണി അവകാശവാദം ഉയർത്തുമ്പോൾ ഇടതുയർത്തുന്ന ആക്ഷേപങ്ങൾ ഇവയാണ്. 5 വർഷ കാലയളവിൽ 5 കോടി രൂപ ലാപ്സാക്കി. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞില്ല. നികുതി 5 ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും ആയുർവേദ ഡിസ്പെൻസറിയുടെയും പ്രവർത്തനം കാര്യക്ഷമമല്ല. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് പട്ടയം നൽകാൻ ഒരു നടപടിയും സ്വീകരിച്ചില്ല. IAS ഭവന പദ്ധതി പൂർത്തിയാക്കിയില്ല. പ്രതിപക്ഷം ആരോപണശരങ്ങൾ തൊടുക്കുമ്പോൾ BJPയും പ്രതീക്ഷകളോടെ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. ജനങ്ങളുടെ ആവശ്യങ്ങൾ ഇവയാണ്. വർഷങ്ങളായിട്ടുള്ള കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുക. കൃഷി ചെയ്യാതെ കിടക്കുന്ന കുട്ടാടൻ പാടശേഖരത്ത് കൃഷിയിറക്കാൻ സഹായിക്കുക. കൂടുതൽ ബസ് സർവീസുകളും വ്യാപാര സ്ഥാപനങ്ങളും വേണം. പഞ്ചായത്ത് സേവനങ്ങൾ കാര്യക്ഷമമാക്കുക. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ശോചനീയാവസ്ഥ പരിഹരിക്കുക. മന്ദലാംകുന്ന് ബീച്ച് വികസനം പൂർത്തീകരിക്കുക എന്നിവയാണ്. 15 സീറ്റുകളുള്ള കാരളം പഞ്ചായത്തിൽ നിലവിൽ LDF ആണ് ഭരിക്കുന്നത്. പോരാട്ടം ശക്തമാണ് കാരളം പഞ്ചായത്തിൽ. 15 വാർഡുകളുള്ള പഞ്ചായത്തിൽ LDFന് 10ഉം UDFന് 5ഉം സീറ്റുകളാണുള്ളത്. കാരളം ഗ്രാമപഞ്ചായത്തിനെ തരിശുരഹിത പഞ്ചായത്താക്കുന്നതിന് തരിശുരഹിത പഞ്ചായത്ത് പദ്ധതി രൂപീകരിച്ച് ഒരു പരിധിവരെ തരിശുരഹിതമാക്കാൻ സാധിച്ചതായി ഭരണപക്ഷം പറയുന്നു. ഇതുവഴി ഏക്കർ കണക്കിന് തരിശുഭൂമി കൃഷിയോഗ്യമാക്കാൻ സാധിച്ചു. എല്ലാ അംഗൻവാടികളും വൈദ്യുതീകരിച്ചു. പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ പ്രതിപക്ഷ മെമ്പർമാരെ കൂടി സഹകരിപ്പിച്ച് 12.86 കോടി രൂപയുടെ വികസനം നടത്തുവാൻ സാധിച്ചതായി ഭരണസമിതി അവകാശപ്പെടുന്നു. കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും വേണ്ടി ഒരു പദ്ധതിയും നടപ്പിലാക്കുവാൻ ഇടതുമുന്നണി ഭരണത്തിന് സാധിച്ചില്ലെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികൾ രൂപം നൽകിയെങ്കിലും ഒരെണ്ണമൊഴികെ മറ്റൊന്നും നടപ്പിലാക്കാൻ പഞ്ചായത്തിനായില്ല. MP MLA ഫണ്ടുകൾ ഒഴികെ മറ്റൊരു വികസനവും കാരളത്ത് നടത്തിയില്ലെന്നും പ്രതിപക്ഷം വിലയിരുത്തുന്നു. നിയോജകമണ്ഡലത്തിൽ കാരളം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ ആരംഭിക്കണം. സബ് സെന്ററുകളുടെ ശോച്യാവസ്ഥ പരിഹരിച്ച് ഡോക്ടർമാരെ നിയോഗിക്കണം. സർക്കാർ തലത്തിൽ സ്കൂൾ ആരംഭിക്കണം. അറവുശാല, പൊതുശ്മശാനം എന്നിവ വേണം. KLDC കനാലിൽ മോട്ടോറുകൾ സ്ഥാപിച്ച് പഞ്ചായത്തിലെ തരിശായി കിടക്കുന്ന മുഴുവൻ കൃഷിസ്ഥലങ്ങളും ഉപയുക്തമാക്കണം. തുടങ്ങിയവയാണ് വോട്ടർമാരുടെ പ്രധാന ആവശ്യങ്ങൾ. ജില്ലയിലെ പ്രധാന കുടിവെള്ള പദ്ധതികളുടെ പൈപ്പ് ലൈനുകൾ കടന്നുപോകുന്ന ഈ പഞ്ചായത്തിൽ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. വാതക പൈപ്പ് ലൈൻ സംബന്ധിച്ച ആശങ്കകളും പരിഹരിക്കാൻ സാധിച്ചില്ലെന്നും ജനങ്ങൾക്ക് പരാതിയുണ്ട്. നിയോജകമണ്ഡലത്തിൽ CPMനും CPIക്കും ഒരുപോലെ വേരോട്ടമുള്ള പഞ്ചായത്ത് വർഷങ്ങളായി LDFന് ഭരണത്തിലാണ്. ക്രിയാത്മക പ്രതിപക്ഷമായതിന്റെ ഗുണഫലം ഉയർത്തിക്കാട്ടി പഞ്ചായത്ത് ഭരണം പിടിക്കാൻ UDF ശ്രമിക്കുമ്പോൾ ഇരുമുന്നണികളുടെയും അവിശുദ്ധ കൂട്ടുകെട്ടും വികസന മുരടിപ്പും പ്രചരിപ്പിച്ച് അക്കൌണ്ട് തുറക്കാനാണ് BJPയുടെ ശ്രമം. SNDPയും KPMS വോട്ടുകളും തിരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയായേക്കും. നിലവിൽ വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് UDF ഭരണത്തിലാണ്. 16 വാർഡുകളാണ് പഞ്ചായത്തിലുള്ളത്. 16 സീറ്റുകളിൽ UDF 14, LDF 2 എന്നിങ്ങനെയാണ് കക്ഷിനില. പഞ്ചായത്തിലെ 7 വാർഡുകൾ ഇത്തവണ വനിതാ സംവരണമാണ്. പറയങ്ങാട്, കൗക്കാനപ്പെട്ടി, ഞമനേങ്ങാട്, അഞ്ഞൂർ, പടിഞ്ഞാറെ വൈലത്തൂർ, കല്ലൂർ, തെക്കേക്കാട് എന്നീ വാർഡുകളിലാണ് വനിതാ സംവരണം. വട്ടംപാടം വാർഡ് പട്ടികജാതി സംവരണവും കൊമ്പൻതറ വാർഡ് പട്ടികജാതി വനിതാ സംവരണവുമാണ്. ഭരണപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന നേട്ടങ്ങൾ ഇവയാണ്. സമ്പൂർണ്ണ ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കി. പദ്ധതിയുടെ ഭാഗമായി 550 ഭവനരഹിതർക്ക് 11 കോടി രൂപ ചെലവിൽ വീട് നിർമ്മിച്ചു കൊടുത്തു. പഞ്ചായത്തിലെ എല്ലാ റോഡുകളും സഞ്ചാരയോഗ്യമാക്കി. സമ്പൂർണ്ണ നെൽകൃഷി പദ്ധതി നടപ്പിലാക്കി. തുടങ്ങിയവയാണ് ഭരണപക്ഷം നേട്ടങ്ങളായി പറയുന്നത്. എന്നാൽ ഭരണപക്ഷത്തിന്റെ വാദങ്ങൾ ഖണ്ഡിക്കുകയാണ് പ്രതിപക്ഷം. റോഡുകളുടെ ശോചനീയാവസ്ഥ, റോഡ് പണികളിലെ അഴിമതികളുമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. പഞ്ചായത്തിൽ അറവുശാലകളോ ശാസ്ത്രീയമായ മാർക്കറ്റോ ഇല്ല. കെട്ടിട നികുതി കുത്തനെ കൂട്ടിയത് ജനത്തെ ബുദ്ധിമുട്ടിലാക്കി. പഞ്ചായത്തിന് സ്വന്തമായി കളിസ്ഥലമില്ല. പൊതു ഇടങ്ങളിൽ കയ്യേറിയ കെട്ടിടങ്ങൾക്ക് അനുമതി നൽകി. കമ്മ്യൂണിറ്റി ഹാൾ ജനങ്ങൾക്ക് ലഭ്യമല്ല. തുടങ്ങിയ ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. നിലവിൽ അംഗങ്ങളില്ലെങ്കിലും BJP ഇത്തവണ ശക്തമായി രംഗത്തുണ്ട്.
ഇടതും വലതും ഒരു നാണയത്തിന്റെ ഇരുപുറങ്ങളാണെന്നാണ് BJPയുടെ പക്ഷം. ജനങ്ങളുടെ ആവശ്യങ്ങൾ ഇവയാണ്: ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ വേണം, പ്രഖ്യാപിച്ച പദ്ധതികൾ എല്ലാം പൂർത്തീകരിക്കണം, ഓഡിറ്റോറിയങ്ങൾക്ക് മുൻവശത്തെ റോഡുകളിലെ പാർക്കിംഗ് നിരോധിച്ച് യാത്രാക്ലേശം പരിഹരിക്കുക, ഗവൺമെന്റ് വിദ്യാലയങ്ങളിലെ ശോചനീയാവസ്ഥ പരിഹരിക്കുക തുടങ്ങിയവയാണ് വോട്ടർമാരുടെ ആവശ്യങ്ങൾ. വാർത്തയിലേക്ക് വീണ്ടും. മണ്ണുത്തി ബൈപ്പാസിൽ വർക്ക്ഷോപ്പിന് സമീപമുള്ള ഷെഡിന് തീപിടിച്ചു. ചൊവ്വാഴ്ച രാവിലെ 6:00 തീപിടുത്തം. വാഹനങ്ങളുടെ ഓയിൽ മാറ്റി നൽകുന്ന വർക്ക്ഷോപ്പിന്റെ മുൻപിലായുള്ള ഷെഡും ഇവിടെ സൂക്ഷിച്ചിരുന്ന മേശ, അലമാര എന്നിവയും കത്തിനശിച്ചു. കോടന്നൂർ സ്വദേശി ശശിയുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് വർക്ക്ഷോപ്പ്. അതേസമയം വർക്ക്ഷോപ്പിൽ സൂക്ഷിച്ചിരുന്ന ഓയിൽ അടക്കമുള്ളവയ്ക്ക് തീ പിടിക്കാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. തൃശൂരിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് തീ നിയന്ത്രണ വിധേയമാക്കി. മണ്ണുത്തി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ആദ്യ ഭാര്യയിലെ 14-കാരിയായ മകളെ പീഡിപ്പിച്ച കേസിൽ പിതാവ് അറസ്റ്റിൽ. മാവ ബസാർ ചക്കംകണ്ടം വലിയകത്ത് കടവിൽ 42 വയസ്സുള്ള അബ്ബാസിനെയാണ് ചാവക്കാട് CI AJ ജോൺസൺ, SI PD അനൂപ് മോൻ എന്നിവരടങ്ങുന്ന പോലീസ് അറസ്റ്റ് ചെയ്തത്. അഗതി മന്ദിരത്തിൽ താമസിച്ചു വരികയായിരുന്ന മകളെ ഇടയ്ക്കിടെ ചക്കംകണ്ടത്തെ ബന്ധുവീട്ടിൽ കൊണ്ടുവന്നാണ് ഇയാൾ പീഡിപ്പിച്ചിരുന്നത്. പീഡനം പതിവായതോടെ അബ്ബാസിന്റെ 2ാം ഭാര്യയും ഒന്നിച്ച് സ്റ്റേഷനിൽ എത്തി പെൺകുട്ടി പരാതി നൽകുകയായിരുന്നു. കുട്ടിയുടെ മാതാവ് തീ കൊളുത്തി മരിച്ചപ്പോഴാണ് ഇയാൾ മറ്റൊരു വിവാഹം ചെയ്തത്. പ്രതിയെ ബുധനാഴ്ച കോടതിയിൽ ഹാജരാക്കും. തൃശൂർ ശക്തൻ തമ്പുരാൻ കോളേജിൽ മട്ടുപ്പാവിലെ ജൈവകൃഷി എന്ന വിഷയത്തിൽ ശില്പശാല നടത്തി. രക്തദാന ക്യാമ്പും ഇതോടൊപ്പം നടന്നു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കാർഷിക സർവകലാശാല ഗവേഷണ വിഭാഗം ഡയറക്ടർ ഡോക്ടർ സാജൻ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ശക്തൻ തമ്പുരാൻ കോളേജ് പ്രിൻസിപ്പാൾ അജിത് കുമാർ രാജ അധ്യക്ഷത വഹിച്ചു. കാർഷിക സർവകലാശാല അധ്യാപിക ഡോക്ടർ KE ഉഷ വിഷയാവതരണം നടത്തി. കോളേജിൽ ആരംഭിക്കുന്ന മട്ടുപ്പാവ് ജൈവകൃഷിയുടെ ഉദ്ഘാടനം KP ജയശങ്കർ നിർവഹിച്ചു. IMA ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് നടത്തിയ രക്തദാന ക്യാമ്പിൽ നിരവധി വിദ്യാർത്ഥിനികളും അധ്യാപകരും രക്തം ദാനം ചെയ്തു. ഹരിജൻ യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ യുവാവിനെ അറസ്റ്റ് ചെയ്തു. ചെറുതുരുത്തി പൈൻകുളം അമ്പാട്ടുപറമ്പിൽ അനിൽ എന്ന അനിയെയാണ് കുന്നുകുളം ഡിവൈഎസ്പി ഫേമസ് വർഗീസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പൈൻകുളത്ത് വെച്ച് അറസ്റ്റ് ചെയ്തത്. 2 ദിവസം മുൻപ് പീഡനത്തിനിരയായ യുവതിയുടെ പരാതിയിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം നടത്തിവരികയായിരുന്നു. ചെറുതുരുത്തി SI B രാജഗോപാലും സംഘവും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. പോലീസിനെ ആക്രമിക്കുകയും കട കയ്യേറുകയും ചെയ്ത കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അകലാട് കാട്ടാലപ്പള്ളി സ്വദേശി സുനീർ എന്ന നൂറുവിനെയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഞായറാഴ്ച അകലാട് സ്കൂളിന് സമീപമുള്ള കെട്ടിടത്തിലെ മുറി സുനീർ അന്യായമായി ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ ചെന്ന ഉടമ അബൂട്ടിയെ ഉപദ്രവിക്കുകയും പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് കേസ്. സുനീറിന്റെ പേരിൽ വടക്കേക്കാട് സ്റ്റേഷനിൽ 12ഓളം കേസുകൾ നിലവിലുണ്ട്. റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ് സുനീർ എന്നും പോലീസ് പറഞ്ഞു. സുനീറിനെ കുന്നുകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഹാജരാക്കി. തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ കുട്ടികൾക്കായുള്ള 3 പുസ്തകങ്ങളുടെ പ്രകാശനം കഥാകൃത്ത് വൈശാഖൻ നിർവഹിച്ചു. ചിത്രകലയുടെ കഥ, ഓർമ്മയിലെ കോലങ്ങൾ, ചക്രവാളത്തിനുമപ്പുറം എന്നീ പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്തത്. ഡോക്ടർ മനോമോഹൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CR ദാസ്, ചെറുകഥാകൃത്ത് ബാലകൃഷ്ണൻ അഞ്ചത്ത്, ചിത്രകാരനും കവിയുമായ ഫ്രാൻസിസ്, കലാനിരൂപകൻ വിജയകുമാർ മേനോൻ, കഥാകൃത്ത് ശുചീന്ദ്രൻ, സൈനുദ്ദീൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. നിയുക്ത ശബരിമല മേൽശാന്തി SC ശങ്കരൻ നമ്പൂതിരിയും മാളികപ്പുറം മേൽശാന്തി ES ഉണ്ണികൃഷ്ണൻ എമ്പ്രാന്തിരിയും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം തേടിയെത്തി. ദർശനത്തിന് ശേഷം ഇരുവർക്കും വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. പന്തീരടി പൂജയ്ക്ക് ശേഷമാണ് നിയുക്ത ശബരിമല മേൽശാന്തി ശങ്കരൻ നമ്പൂതിരി ക്ഷേത്രത്തിൽ എത്തിയത്. ക്ഷേത്ര മാനേജർ M നാരായണൻ, അസിസ്റ്റന്റ് മാനേജർ K ശങ്കർ എന്നിവർ സ്വീകരിച്ചു. പന്തളം രാജാവ് തിരുവാതിര ഹരിവർമ്മയും ഒപ്പമുണ്ടായിരുന്നു. ദൈവാനുഗ്രഹവും ഭാഗ്യവും ശാസ്താവിന്റെയും ശ്രീ ഗുരുവായൂരപ്പന്റെയും അനുഗ്രഹവുമാണ് മേൽശാന്തിയാകാൻ കാരണമായതെന്ന് ശങ്കരൻ നമ്പൂതിരി പറഞ്ഞു. ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെത്തിയ ES ഉണ്ണികൃഷ്ണൻ എമ്പ്രാന്തിരിയെ ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹൻ ഷാൾ അണിയിച്ചു. അഖില ഭാരത ശ്രീ ഗുരുവായൂരപ്പ ഭക്ത സമിതിക്ക് വേണ്ടി ജനറൽ സെക്രട്ടറി സജീവൻ നമ്പിയത്ത് ഇരുവർക്കും നാരായണ നാമാങ്കിത പുടവ ചാർത്തി. ക്ഷേത്രം അസിസ്റ്റന്റ് മാനേജർ B മോഹൻകുമാർ പ്രസാദം നൽകി. ഉല്ലൂക്കര സ്വദേശി സജിയെ കൊലപ്പെടുത്തി സെപ്റ്റിക് ടാങ്കിൽ തള്ളിയ കേസിലെ പ്രതി ദിലീപിനെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. പ്രതി അറസ്റ്റിലായത് മറ്റൊരു കേസിലെ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച സൂചനയെ തുടർന്ന്. ചേർപ്പ് ഊരകത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ ഊരകം ശാഖയിൽ കവർച്ചാ ശ്രമം. അന്യസംസ്ഥാന തൊഴിലാളികളാണ് മോഷണ ശ്രമത്തിന് പിന്നിലെന്ന് പോലീസ്.
തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ SNDP അടക്കമുള്ള സാമുദായിക സംഘടനകളുടെ പിന്തുണയുണ്ടെന്ന് BJP ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ്. BJPയെ ആക്രമിച്ചുകൊണ്ടുള്ള പ്രചാരണ വേലകളാണ് ഇരു മുന്നണികളും സ്വീകരിക്കുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ. ജില്ലയിലെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ പ്രത്യേക ചടങ്ങുകളോടെ പൂജവെപ്പ് നടന്നു. തിരുവുള്ളക്കാവ് ക്ഷേത്രത്തിൽ പൂജവെപ്പിന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെത്തി. തീരദേശത്ത് വെള്ളിയാഴ്ച മോഷണക്കേസിലെ പ്രതികളായ 2 പേരെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. ചെളിങ്ങാട് സ്വദേശി അഫ്സലും പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയുമാണ് പിടിയിലായത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ചുങ്ക ജ്വല്ലറി.